നമ്മള് ഈ ട്രംപിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. ലോകത്തിൽ ആരും തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശ്വസിക്കുന്നില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എന്തെങ്കിലും പ്രവർത്തികൾ ഏർപ്പെടുമ്പോൾ മാത്രമേ അത് ശരിക്കും നടക്കും എന്ന് പറയാനായിട്ട് കഴിയൂ. കാരണം അദ്ദേഹം യുദ്ധം തുടങ്ങി, യുദ്ധത്തിന്റെ സീസർ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഏപ്രിൽ മാസം 8-ന് ശേഷം എത്രയോ തവണ ഇതാ യുദ്ധം അവസാനിക്കുന്നു, 1 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിക്കും, 2 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിക്കും, 90%, 95% പിന്നെ സമാധാനം എത്തിക്കഴിഞ്ഞു എന്ന് നിരന്തരമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് യുദ്ധം അവസാനിക്കാത്തത്? യുദ്ധം അവസാനിക്കാത്തതിന്റെ കാരണം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഈ യുദ്ധത്തിൽ 2 വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങളാണ്. അതാണ് എന്റെ പ്രശ്നം. അതായത് മുൻകാലങ്ങളിൽ ഒരിക്കലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഈ ഇസ്രായേലിന്റെ വാക്ക് കേട്ട് ഇറാനെതിരെ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായിട്ടില്ല. അവർക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം, അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് വളരെ വലിയ നഷ്ടം ഉണ്ടാകും എന്ന് വളരെ വ്യക്തമായ തിരിച്ചറിവും പിന്നെ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ബോധമുള്ള ആളുകൾ അവരെ ഉപദേശിച്ചതും കൊണ്ടാണ് മുൻകാലത്തുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേല് വളരെ 10-30 വർഷത്തിലോളം ഏറെയായി ഇറാനെ ആക്രമിക്കണം, ഇറാനെ ഇല്ലാതാക്കണം, ഇറാന്റെ ആണവത്തെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞെങ്കിലും അവരാരും അത്തരമൊരു പാത തെരഞ്ഞെടുക്കാതിരുന്നത്. മറിച്ച് അങ്ങനെ തെരഞ്ഞെടുത്തില്ലെന്ന് മാത്രമല്ല, ഒബാമയുടെ കാലത്ത് 2.5 വർഷത്തോളം നടന്ന ദീർഘമായ ചർച്ചകളുടെ ഒടുവിലാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള ജർമ്മനിയൊക്കെ ചേർത്തുകൊണ്ട് ഈ 2015 ഇറാൻ ആണവ കരാർ ഉണ്ടാക്കിയത്. ആ ഇറാൻ ആണവ കരാർ അന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട കരാറായിരുന്നു എന്ന് 2018 ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാൻ തുടങ്ങിയപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഒട്ടാകെ പറഞ്ഞു, ഒരു കാരണവശാലും ഈ ആണവ കരാറിൽ നിന്ന് അങ്ങ് പിന്മാറരുത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ മെച്ചപ്പെട്ട കരാറാണ് എന്ന് മാത്രമല്ല ഈ കരാർ വ്യവസ്ഥകളെല്ലാം ഇറാൻ പാലിക്കുന്നുണ്ട് എന്ന് അന്ന് ഈ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിച്ചിരുന്ന ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ റിപ്പോർട്ടുകൾ കൃത്യമായി വന്നിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവര് ഇറാൻ സമ്മതിച്ചത് 2015 കരാറിൽ അവർ കൃത്യമായി പാലിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ഇസ്രായേലിന്റെ വാക്ക് കേട്ടുകൊണ്ട് അന്ന് ട്രംപ് അതിൽ നിന്ന് പിന്മാറിയെന്ന് മാത്രമല്ല ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴാണ് വാസ്തവത്തിൽ ഇറാൻ അവരുടെ ആണവ സമ്പുഷ്ടീകരണം 3.67% നിന്ന് 60% വരെ വരാൻ കാരണം അതൊരു സമ്മർദ്ദ തന്ത്രം. കാരണം ഒരു രാജ്യത്തിനും സാമ്പത്തികമായ ഉപരോധങ്ങൾ ആയിട്ട് അനുഭവിച്ചുകൊണ്ട് ഒരുപാട് കാലം മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അപ്പൊ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു കാര്യമായി നമുക്കതിനെ കാണാം. അപ്പൊ അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ടാണ്, അതായത് 2018 ഇതിൽ നിന്ന് കരാറിൽ നിന്ന് പിന്മാറി ഇറാനെ പ്രതിസന്ധിയിലേക്ക് ആക്കിയതിന്റെ ഫലമായിട്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. നമുക്ക് എല്ലാവർക്കും അറിയാം 2025 ജൂൺ മാസവും 12 യുദ്ധത്തിൽ യുദ്ധം അവസാനിച്ചത് എങ്ങനെയാണ്? അവര് ഇസ്ഫഹാൻ, ഫോർദോ, നദാൻസ് എന്ന് പറയുന്ന ആണവ പ്ലാന്റുകളെ കയറി അമേരിക്ക ആക്രമണം നടത്തിയിട്ട് എന്താ അദ്ദേഹം ലോകത്തോട് പറഞ്ഞത്? വി ഹാവ് കംപ്ലീറ്റ്ലി ഓബ്ലിറ്ററേറ്റഡ് ദ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഓഫ് ഇറാന്റെ ആണവശേഷി ഞങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കി എന്നാ പറഞ്ഞു. തുടച്ചു നീക്കിയാൽ പിന്നെ അവിടെ ഒന്നും കാണത്തില്ലല്ലോ. അങ്ങനെ തുടച്ചു നീക്കിയെങ്കിൽ പിന്നെ എന്തിനാ ഫെബ്രുവരി മാസം 28 വീണ്ടും ഇറാനെതിരായിട്ട് യുദ്ധം ആരംഭിച്ചത്? നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇറാൻ അമേരിക്കക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചില്ല, ഇസ്രായേലിനെതിരെ യുദ്ധം നടത്താൻ പോയില്ല. അപ്പൊ ഒരു രാജ്യം വേറെ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം നടത്താൻ പോകാതിരിക്കെ എന്തുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും യുദ്ധം തുടങ്ങിയത്? ഇതൊരു നിയമവിരുദ്ധമായ യുദ്ധമാണ്. എല്ലാ അന്തർദേശീയ മര്യാദകളെയും നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് 2 രാജ്യങ്ങൾ സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനെതിരെ നടത്തിയ യുദ്ധമാണ്. ആ യുദ്ധത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ 4 കാര്യങ്ങളാണ്. ഫെബ്രുവരി മാസം 28 പിന്നെ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ 4 കാര്യങ്ങളാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ABCD എന്ന ഒരു കാറ്റഗറി പെടുത്തി നമുക്ക് ആ ഇതിന്റെ 4 കാര്യങ്ങൾ പറയാം. പുറകിൽ നിന്ന് തുടങ്ങിയാൽ ഡീന്യൂക്ലിയറൈസേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ എല്ലാ ആണവ പദ്ധതികളെയും, ആണവ സമ്പുഷ്ടീകരണം, ആണവായുധ പദ്ധതി, ഇതിനെല്ലാം ഇല്ലാതാക്കുക എന്ന് പറയുന്നതാണ് ഡി എന്ന് പറയുന്ന ഡീന്യൂക്ലിയറൈസേഷൻ. പിന്നെ സി എന്ന് പറയാം, പുറകിൽ നിന്ന് മുമ്പിലോട്ട് വന്നാൽ സി എന്ന് പറയുന്നത് റഷ്യൻ ചേഞ്ച് ഓഫ് റഷ്യൻ. അപ്പൊ ഇറാന്റെ ഭരണകൂടത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക, തുടച്ചു നീക്കുക, എന്നിട്ട് ഇവരുടെ ഒരു പാവ ഭരണാധികാരി അവിടെ പ്രതിഷ്ഠിച്ച് ഇറാന്റെ നിയന്ത്രണം ഇസ്രായേലും അമേരിക്കയും ഏറ്റെടുക്കുക എന്ന് പറയുന്നതാണ് സി, ചേഞ്ച് ഓഫ് റഷ്യൻ. പിന്നെ ബി ബാലിസ്റ്റിക് മിസൈലാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും ഇസ്രായേലും മറ്റു രാജ്യങ്ങളും ഭയപ്പെടുന്നത് അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഷിയാണ്. ആ ബാലിസ്റ്റിക് മിസൈൽ
പദ്ധതിയെ മുഴുവൻ ഇല്ലാതാക്കുക, പൂർണ്ണമായും ഇല്ലാതാക്കുക. എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇറാൻ അവരുടെ ചുറ്റുമുള്ള ഹമാസ്, ഹെസ്ബുള്ള, ഹൂദീസ് എന്നൊക്കെ പറയുന്ന അവർക്ക് നൽകുന്ന സഹായത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ പൂർണ്ണമായും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുഴുവൻ ശക്തിയും ചോർത്തിയെടുത്തുകൊണ്ട് ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിനാണ് ഇറങ്ങിയത്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇതിൽ ഏതെങ്കിലും കാര്യം അവർക്ക് നടത്താൻ കഴിയുന്നതാണോ? നടത്താൻ കഴിഞ്ഞോ? നടത്താൻ കഴിഞ്ഞില്ല എന്നാണ്. കാരണം 2025 ഫെബ്രുവരി മാസം 28 നടത്തിയ ആക്രമണത്തിലൂടെ പൂർണ്ണമായും ആണവശേഷി ഇല്ലാതാക്കിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും 2026 ഫെബ്രുവരി മാസം 28 വീണ്ടും ആണവശേഷി ഇല്ലാതാക്കാനായിട്ട് ഇവരെ യുദ്ധം നടത്തി. ഇതൊന്നും ഇതുവരെ വിജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേല് ഇറാനെതിരായിട്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി NPT എന്ന് പറയുന്ന 1968 തുടങ്ങിയ കരാറിൽ ഒപ്പുവെച്ച രാജ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ കഴിയില്ല. അവർ കൃത്യമായി പറയുന്നുണ്ട്, ന്യൂക്ലിയർ ബോംബ് ഞങ്ങൾ ഉണ്ടാക്കില്ല, ഞങ്ങൾക്ക് ആ പദ്ധതി ഇല്ല. ഈ എന്താണ് ഈ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഫെബ്രുവരി 28 നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമനൈ വളരെ കൃത്യമായി ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. നമുക്ക് ആണവായുധം വേണ്ട, നമ്മൾ ആണവായുധം ഉണ്ടാക്കില്ല. ഫത്വ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആണവായുധം ഉണ്ടാക്കില്ല. അപ്പൊ ആണവായുധം എന്ന് പറയുന്ന പദ്ധതി അവർക്കില്ല എന്ന് മാത്രമാണോ നമ്മൾ കാണേണ്ട കാര്യം? ഫെബ്രുവരി മാസം 28 യുദ്ധം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് ഫെബ്രുവരി മാസം 26 പിന്നെ ഒമാന്റെ വിദേശകാര്യമന്ത്രി ബദർ അൽബു സൈദി അദ്ദേഹമാണ് മധ്യസ്ഥ വെച്ചുകൊണ്ടിരുന്നത്. അമേരിക്കയ്ക്കും ഇറാനും എതിരെ ചർച്ചകൾക്ക് മധ്യസ്ഥ വെച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം 27 ലോകത്തോടായിട്ട് ഇറാനുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ലോകത്തോടായിട്ട് വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? 3 കാര്യങ്ങൾ അവർ അംഗീകരിച്ചിട്ടുണ്ട്. അവർക്ക് ആണവ പദ്ധതി ഇല്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ സമ്പുഷ്ടീകരിച്ച 60% സമ്പുഷ്ടീകരിച്ച ഈ എൻറിച്ച്ഡ് യുറേനിയത്തെ താഴേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ്. 3, ഞങ്ങളുടെ എല്ലാ ആണവ കേന്ദ്രങ്ങളും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് തുറന്നു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫെബ്രുവരി 28 വരെ ഹോർമുസ് കടലെടുത്ത് തുറന്നു കൊടുക്കുകയാണ്. അവിടെ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും യുദ്ധം നടത്തിയത്. എന്ത് സംഭവിച്ചു? ഇപ്പോ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് പണപ്പെരുപ്പം, ഉൽപ്പന്നങ്ങൾക്ക്, നിത്യോപയോഗ സാധനങ്ങൾക്ക് വമ്പിച്ച വില, ഒരു ഗാലൻ പിന്നെ അവരുടെ പെട്രോളിയം ഗ്യാസോലിന് $5 $1.67 മാത്രം ഉണ്ടായിരുന്ന അമേരിക്ക എണ്ണ കാര്യത്തിൽ സ്വയം പര്യാപ്തമാണ്. അങ്ങനെ എണ്ണ കാര്യത്തിൽ സ്വയം പര്യാപ്തമായ അമേരിക്കയിൽ ഇപ്പോൾ ഒരു ഗാലൻ ഗ്യാസോലിന് $5 അപ്പൊ ആ തരത്തിൽ അത് മാത്രമാണ് എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വില വർദ്ധിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അമേരിക്കയിലെ ജനത ഈ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും അധികം ഈ ജനങ്ങളുടെ ഒപ്പീനിയൻ പോൾസിൽ ഏറ്റവും അധികം താഴ്ന്ന നിലവാരത്തിൽ നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റായിട്ട് മാറി. എന്ന് മാത്രമല്ല, മിഡ് ടേം ഇലക്ഷൻ വരാൻ പോവാണ്. മിഡ് ടേം ഇലക്ഷൻ വരുമ്പോൾ, നവംബർ മാസം മിഡ് ടേം ഇലക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോ അമേരിക്കൻ കോൺഗ്രസിൽ, ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്, സെനറ്റിലും ഇവർക്ക് ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും അവരുടെ ഇടയിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾ കണ്ടല്ലോ. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ പാർലമെന്റിലെ ഒന്നായ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് അവർക്ക് ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് ഭൂരിപക്ഷം ഇല്ലാതായിട്ടും പിന്നെ കോൺഗ്രസിന്റെ, അതായത് അമേരിക്കൻ പാർലമെന്റിന്റെ അനുവാദമില്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധം പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന് പറയുന്ന പ്രമേയം 4 റിപ്പബ്ലിക്കന്മാർ കൂടി പിന്തുണച്ചുകൊണ്ട് അവിടെ പ്രമേയം പാസ്സാക്കി. ഇനി സെനറ്റിലേക്ക് വരുമ്പോൾ സെനറ്റും പാസ്സാവും. അതൊരു അപകടം. 2, ഈ മിഡ് ടേം ഇലക്ഷൻ നടന്നു കഴിഞ്ഞ നവംബർ മാസത്തെ മിഡ് ടേം ഇലക്ഷനിൽ സംഭവിക്കാൻ പോകുന്നത് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും സെനറ്റിലും ഈ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വമ്പിച്ച ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വമ്പിച്ച ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയാമോ? ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരെ അവർ ഇംപീച്ച്മെന്റ് നടപടികൾ തുടങ്ങും. അങ്ങനെ ഇംപീച്ച്മെന്റ് നടപടികൾ തുടങ്ങിയാൽ എന്താ സംഭവിക്കുന്നത്? അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇംപീച്ച് ചെയ്ത് പുറത്താക്കുന്ന മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപ് മാറും. അപ്പൊ ഇങ്ങനെയുള്ള, എന്ന് മാത്രമല്ല, ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരും കൂടെ നിൽക്കാത്തവരുമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ പലരും തോക്കും. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാം വളരെ ശക്തമായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റിനെതിരെ. നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം. അദ്ദേഹം പറഞ്ഞെന്താണ്? ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അമേരിക്ക വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കും. ഞാൻ ഈ 4 hour വാർസ്, നിരന്തരമായി നടക്കുന്ന യുദ്ധങ്ങളിലേക്ക് അമേരിക്കയെ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അമേരിക്കയിലെ ജനങ്ങൾ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തത്. അല്ലാതെ അദ്ദേഹത്തിന്റെ മുൻകാലത്തെ കാര്യങ്ങളൊന്നും ഓർത്തുകൊണ്ടല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെയ്ത ആള് വന്നതിന് ശേഷം എന്താ, 2025 തന്നെ 7 ആക്രമണങ്ങൾ മറ്റു രാജ്യങ്ങൾക്കെതിരെ നടത്തി. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തി. 2026 ജനുവരി മാസം 3-ാം തീയതി വെനസ്വേല എന്ന് പറഞ്ഞ രാജ്യത്ത് കടന്നു കയറി അവിടെ നിയമവിധേയമായി ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായിട്ടുള്ള രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും ഭാര്യയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. എല്ലാ അന്തർദേശീയ മര്യാദകളെ ലംഘിച്ചു. ഫെബ്രുവരി മാസം 28 അദ്ദേഹം ഇറാനെതിരെ ആക്രമണം നടത്തി. ഇപ്പോ ക്യൂബയ്ക്കെതിരെ ആക്രമണം നടത്താൻ പോവാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഇപ്പൊ ലോകം വിളിക്കുന്നത് അറിയാം, പ്രസിഡന്റ് ഓഫ് അമേരിക്ക എന്നല്ല, പ്രസിഡന്റ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്നാണ്.
സംഘർഷങ്ങളുടെ പ്രസിഡന്റ്. ലോകത്ത് നമുക്ക് 2025 അദ്ദേഹം അധികാരത്തിൽ വന്ന ശേഷം ലോകത്തൊട്ടാകെ ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിച്ചുകൊണ്ട് ലോക സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിച്ചെങ്കിൽ 2026 അദ്ദേഹം അധികാരത്തിൽ വന്ന് അദ്ദേഹം ഈ യുദ്ധങ്ങൾ തുടങ്ങിയ ലോകത്തിന്റെ സമാധാനമില്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ സാധാരണ ഒരു ചായക്കടയിൽ പോയാൽ ഒരു ചായ കുടിക്കുന്നെങ്കിൽ ഇപ്പൊ 12 രൂപയോ 15 രൂപയോ കൊടുക്കണം. ആരാ കാരണക്കാരൻ? ട്രംപാണ്. ഈ ട്രംപ് ഉണ്ടാക്കി വെച്ച പ്രതിസന്ധികളുടെ ഫലം നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ഈ ലോകത്തിന്റെ എല്ലാ കോണിലുമുള്ള മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള അപകടകാരിയായിട്ടുള്ള ഒരു ബുദ്ധിസ്ഥിരതയും ഇല്ലാത്ത തരത്തിലുള്ള പ്രസിഡന്റ് ഇദ്ദേഹം എന്താണ് പറയുന്നത്? അടുത്ത നിമിഷം അദ്ദേഹം പറയുന്നത് മുസ്തഫയെ കാണാൻ ഞാൻ തയ്യാറാണ്, അങ്ങനെ തയ്യാറാണെന്ന് പറയുന്നത് ഇപ്പൊ അടുത്ത ട്വീറ്റിൽ അദ്ദേഹം പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും, അല്ലെങ്കിൽ എനിക്ക് സൗകര്യമില്ല എന്ന് പറയും. അപ്പൊ ഈ തരത്തിൽ ട്രംപ് പറയുന്ന കാര്യങ്ങളെ ഒന്നും നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ കഴിയത്തില്ല. അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാർ പറയുന്ന മുഖവിലേക്ക് എടുക്കാൻ കഴിയത്തില്ല. എന്താ കാരണം വെച്ചാൽ ട്രംപ് എന്താണോ പറയുന്നത് അത് പറയുക അതിന്റെ മെഗഫോണുകളായി. അതായത് നമ്മളെല്ലാവർക്കും അറിയാം മുൻകാലങ്ങളിൽ അമേരിക്കയിലെ വ്യവസ്ഥിതിയെ നമ്മൾ വിലയിരുത്തുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും അമേരിക്കൻ രാഷ്ട്രീയം ഇത്രയും ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതിന്റെ കാരണം അവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ സവിശേഷത കൊണ്ടല്ല, അദ്ദേഹം എടുക്കുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരെല്ലാം വളരെ മേഖലകളിൽ സവിശേഷമായ കഴിവ് തെളിയിച്ചവരാണ്, എക്സ്പേർട്സ് ആണ്. ആ എക്സ്പേർട്സിനെ നിയമിക്കുന്നതുകൊണ്ടാണ് ഈ ഓരോ കാര്യങ്ങൾക്ക് അവർ എക്സ്പേർട്ട് ഒപ്പീനിയൻ കൊടുക്കും. അതുകൊണ്ടാണ് അമേരിക്ക പലപ്പോഴും ഈ അപകടങ്ങളിൽ ചെന്ന് ചാടാത്തത്. എന്നാൽ ഇത്തവണ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ 2025 അധികാരം ഏറ്റെടുക്കുന്നപ്പോൾ അദ്ദേഹം ഈ ട്രംപ് ചെയ്ത കാര്യം, ഇദ്ദേഹം ഈ വിവരമുള്ള ഒരു മനുഷ്യനെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ എടുത്തില്ല എന്ന് മാത്രമല്ല ഇദ്ദേഹം പറയുന്നത് അനുസരിക്കാൻ അദ്ദേഹത്തിന്റെ മെഗഫോണുകളായിട്ട് മാത്രം നിൽക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ളവരെ മാത്രമാണ്. അതുകൊണ്ടാണ് പീറ്റ് ഹെഗ്സെറ്റ് എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന് എന്താണ് ഒരു കുറച്ച് നാൾ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളതായത് ഒരു സാധാരണഗതിയിൽ ഈ ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് എടുക്കുന്ന ആൾ ഈ 4 സ്റ്റാർ ജനറൽ ആയിട്ട് റിട്ടയർ ചെയ്തവരെയോ അങ്ങനെയുള്ള ആൾക്കാരെ എടുക്കുന്നത്. അപ്പൊ ഈ മാതിരി ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഡിഫൻസുമായി ബന്ധപ്പെട്ട യാതൊരു അറിവുമില്ലാത്ത ആളുകളാണ്. വേറൊരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 2015 ഇറാൻ ആണവ കരാറിൽ എത്തിച്ചേർന്നത് 2-2.5 വർഷക്കാലം അന്നത്തെ അതായത് വിദേശകാര്യങ്ങൾ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ജോൺ കെറിയെ പോലെ ബെന്നി ഷെർമാനെ പോലെയുള്ള ആളുകൾ നിരന്തരമായി ചർച്ച നടത്തിയതിന്റെ ഫലമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചർച്ചകളിൽ ഏർപ്പെടുന്നത് റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും അദ്ദേഹത്തിന്റെ മരുമൻ ജാരഡ് കുഷ്ണറുമാണ്. അതുകൊണ്ടാണ് അതായത് ഡിപ്ലോമസിയിൽ യാതൊരു പരിചയമില്ലാത്ത അനുഭവമില്ലാത്ത ആളുകളാണ് അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടിയിട്ട് ഈ ചർച്ചകളിൽ ഏർപ്പെടുന്നത്. അപ്പൊ അപ്പുറത്തെ സൈഡിലോ അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിൽ PhD ഒക്കെ ഉള്ള അബ്ബാസ് അരാഖിയെ പോലുള്ള ആളാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ താല്പര്യങ്ങളെ മാത്രം സംരക്ഷിക്കുന്ന ആളുകളാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നാമത്തെ ഇത്. എന്ന് മാത്രമല്ല ഇസ്രായേലിന്റെ മൊസാദിന്റെ ചീഫും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ വൈറ്റ് ഹൗസിൽ വന്ന് സിറ്റുവേഷൻ റൂമിൽ വന്ന് വിശദീകരിച്ചു കൊടുത്തു. നമുക്ക് ഇങ്ങനെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളവിടുത്തെ വിമതർക്ക് സഹായം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഹായം കൊടുക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ ഭരണകൂടത്തെ ഇല്ലാതാക്കാം, അട്ടിമറിക്കാം, നമ്മുടെ ആൾക്കാരെ കൊണ്ട് ഭരണം ഏൽപ്പിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതിനെ തിരുത്താൻ അമേരിക്കയിലെ ഈ സെൻസ് ഉള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അമേരിക്കയിലെ ഇപ്പൊ ഏറ്റവും പ്രഗത്ഭനായ യൂണിവേഴ്സിറ്റി ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് സ്റ്റീഫൻ വോൾട്ട് എന്ന് പറയുന്ന ആൾ ഫോറിൻ പോളിസി മാഗസിൻ എന്ന് പറയുന്ന മാഗസിനിൽ അമേരിക്കയെ വിശേഷിപ്പിക്കുന്നതാണ് പറയുന്നത്. ഇറ്റ്സ് എ റോക്ക് സ്റ്റേറ്റ്. അമേരിക്ക ഹാസ് ബിക്കം എ റോക്ക് സ്റ്റേറ്റ്. അമേരിക്ക തെമ്മാടി രാഷ്ട്രമായി മാറിയിരിക്കുന്നു. ഇറ്റ്സ് എ പ്രിഡേറ്ററി ഹെജിമൺ. അതായത് സഖ്യകക്ഷികളെയും സുഹൃത്തുക്കളെയും പോലും നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മേധാവിത്വ ശക്തിയായി അമേരിക്ക മാറിയിരിക്കുന്നു. അതുകൊണ്ട് അമേരിക്ക ഒരു തെമ്മാടി രാഷ്ട്രമായി മാറിയിരിക്കുന്നു. നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള എന്താണ്, അമേരിക്ക ഇറാനെയും ഇറാഖിനെയും നോർത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളെ തെമ്മാടി രാഷ്ട്രങ്ങളാണെന്ന് വിളിച്ചിരുന്നു. അമേരിക്കയിലെ വളരെ പ്രഗത്ഭനായ ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ ഏറ്റവും വിദഗ്ധനായ സ്റ്റീഫൻ വോൾട്ട് അമേരിക്കയെ വിളിക്കുകയാണ് അമേരിക്ക ഇസ് എ റോക്ക് സ്റ്റേറ്റ്, തെമ്മാടി രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ലോകത്തെ അതായത് അമേരിക്ക ലോക സമാധാനം എന്ന് പറയുന്നത് അതായത് വേൾഡ് ഓർഡർ ഈ ആഗോള ലോകക്രമം എന്ന് പറയുന്നത് അമേരിക്ക സൃഷ്ടിച്ചതാണ്. ചട്ടപ്രകാരമുള്ള ലോകക്രമം എന്ന് പറയുന്നത് അത് ഐക്യരാഷ്ട്ര സംഘടനയാണെങ്കിലും WTO ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള എല്ലാ അന്തർദേശീയ സ്ഥാപനങ്ങളും ചില നിയമങ്ങൾ ലോകത്തിന്റെ നടത്തിപ്പിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെല്ലാം നേതൃത്വം കൊടുത്തത് അമേരിക്കയാണ്. ആ അമേരിക്ക തന്നെ ഈ എല്ലാ നിയമങ്ങളെയും ഐക്യരാഷ്ട്ര സംഘടന പുല്ലുവില കൽപ്പിക്കുന്നു, WTOയ്ക്ക് പുല്ലുവില കൽപ്പിക്കുന്നു, മറ്റുള്ള എല്ലാ കരാറുകൾക്കും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്ന തരത്തിലുള്ള തെമ്മാടി രാഷ്ട്രമായി അമേരിക്ക
മാറിയിട്ടുണ്ട്. അത്തരമൊരു തെമ്മാടി രാഷ്ട്രം തന്നെയാണ്. അതായത് വംശഹത്യക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്ന ഇസ്രായേലാണ് അവരുടെ കൂട്ടാളി. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളും ചേർന്ന് ലോക സമാധാനത്തെയും സമ്പദ് വ്യവസ്ഥയും തകിടം മറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഈ ട്രംപ് പറയുന്നതിന് വിശ്വസിക്കാൻ കഴിയത്തില്ല. ട്രംപ് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയത്തുള്ളൂ. അപ്പൊ ട്രംപ് ചെന്ന് ചാടിയ കുഴിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള വളരെ ഗുരുതരമായ തീവ്രമായ ആലോചനയിലാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.